ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ജലന്ധർ രൂപതയ്ക്ക് പുതിയ മെത്രാൻ മലയാളിയായ ഫാദർ ജോസ് ഡിയെ പുതിയ ജലന്ധർ മെത്രാനായി മാർപ്പാപ്പ നിയമിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ രൂപതാഭരണത്തിൽ നിന്നും വത്തിക്കാൻ ഒഴിവാക്കിയതോടെയാണ് പുതിയ മെത്രാൻ നിയമനം നടന്നിരിക്കുന്നത്. അനിൽ ജോർജുടെ വിശദാംശങ്ങളുമായി. അനിൽ, ഈ പുതിയ മെത്രാന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. വലിയ തോതിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ഒരു രൂപത കൂടിയാണ്. കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട പീഡന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ വിവാദങ്ങളിലേക്ക് രൂപത പോയത്. കത്തോലിക്ക സഭയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബിഷപ്പിനെതിരെ പരസ്യമായി ലൈംഗിക പീഡന ആരോപണവുമായി കന്യാസ്ത്രീ രംഗത്ത് വരികയും തുടർന്ന് കേരളത്തിൽ വലിയ തോതിലുള്ള കന്യാസ്ത്രീകളുടെയും മറ്റും വലിയ സമരത്തിനുമൊക്കെ ഈ രൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടയാക്കുകയും ചെയ്തിരുന്നു. ആ രൂപതയിലെ മലയാളിയായിരുന്ന ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കലിനെ ആ സ്ഥാനത്ത് നിന്ന് വത്തിക്കാൻ ഒഴിവാക്കി. ഇതിനെ തുടർന്ന് ദീർഘകാലമായി ആ രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ബിഷപ്പിനെ അവിടെ നിയമിച്ചിരിക്കുന്നത്. പാലാ രൂപത അംഗമായ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ. പാലാ രൂപത സീറോ മലബാർ രൂപതയാണ്. പക്ഷേ അവിടെ നിന്ന് ലത്തീൻ രൂപതയിലേക്ക് സേവനം ചെയ്യുകയായിരുന്ന ആളാണ് ഈ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ. അദ്ദേഹം ദീർഘകാലമായി ലത്തീൻ സഭാംഗമാണ്. ജലന്ധർ രൂപതയിലാണ് പ്രവർത്തിക്കുന്നത്. ജലന്ധർ രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം സേവനം ചെയ്യുകയുമാണ്. ആ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരി കുന്നേലിനെയാണ് ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പ പുതിയ മെത്രാനായി നിയമിച്ചിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സിനഡ് അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്രാപ്പൊലിത്തൻ വേദികളല്ല പുതിയ മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുക്കുന്നത്. നേരിട്ട് വത്തിക്കാൻ തന്നെയാണ് ഇപ്പോഴും മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുക്കുകയും മറ്റ് നടപടികൾ ചെയ്യുകയും ചെയ്യുന്നത്. അതിനാലാണ് അദ്ദേഹത്തിന്റെ നിയമനം പുതിയ മാർപ്പാപ്പയായ ലിയോ 14 അതിന്റെ അംഗീകാരത്തോടുകൂടി ഇപ്പോൾ വത്തിക്കാൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് 4 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പുതിയ മെത്രാപ്പൊലിത്തയുടെ പ്രഖ്യാപനം പുറത്തുവരികയും ചെയ്തത്. അനിൽ ജോർജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.